Hi everyone, welcome to Krish Talks. ഫോർത്ത് സെം എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ BA BSc കാരുടെയും BCom BBA കാരുടെയും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പഠിച്ച് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, പഠിക്കേണ്ട രീതി, ടൈം ടേബിൾ, നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഓരോ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് BA BSc കാരുടെയാണ്. കാരണം അവരുടെ ഒരൊറ്റൊരു സബ്ജക്റ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഫോർത്ത് സെമ്മിൽ. അപ്പോൾ അതുകൊണ്ട് അവരുടെ നമ്മൾ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അവസാനം ഇതിൻ്റെ ടിപ്സ്, ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ BA BSc കാർ വെയിറ്റ് ചെയ്യുക കേട്ടോ, ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, നമ്മുടെ BA BSc കാരുടെ ഒരൊറ്റൊരു സബ്ജക്റ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പുതിയ സിലബസ് പ്രകാരം. ആ ഒരു സബ്ജക്റ്റിന്റെ പേരാണ് കലൈഡോസ്കോപ്പ് എന്നുള്ളത്. ഇത് BA BSc കാർക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷേ അതിന്റെ പേര് നമ്മുടെ ടൈം ടേബിളിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: സോങ്സ് സ്റ്റോറീസ് ഓഫ് അവർ വേൾഡ്. ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്ട് കലൈഡോസ്കോപ്പ് എന്നാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ മുഴുവൻ പേര് കേട്ടോ. റിയൽ നെയിം കലൈഡോസ്കോപ്പ് എന്നാണ്. അപ്പോൾ ആ സബ്ജക്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. എക്സാമിന് മുന്നായിട്ട്, അതായത് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു 6 ചാപ്റ്റേഴ്സും കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അതിന്റെ MCQവും പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നമുക്ക് കിട്ടാനില്ല. പക്ഷേ ഓട്ടോണമസ്കാരുടെ ഒക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ BA BSc കാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബാക്കി സബ്ജക്ട്സ് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ കലൈഡോസ്കോപ്പ് നമ്മുടെ വീഡിയോസ് കണ്ട് പതുക്കെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. സ്റ്റോറീസും സോങ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ, പോയംസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ചെറിയ കവിതകളാണെങ്കിൽ തന്നെ ഒരുപാട് ഇന്നർ മീനിങ്സ് ഉള്ള കവിതകളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ പഴയ സിലബസ് പ്രകാരമുള്ള സ്പെക്ട്രം, സപ്ലിക്കാർക്ക് സ്പെക്ട്രം നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ടിപ്സ്, ഗൈഡ് ലൈൻസ്, അതിന്റെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി അപ്ലോഡഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ BA BSc കാരുടെ സബ്ജക്റ്റിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ കലൈഡോസ്കോപ്പ് നിങ്ങൾ ചാപ്റ്റേഴ്സ് ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമ്മുടെ ചാനലിൽ കുറേയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനി BCom BBA കാര്യങ്ങളാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് BCom BBA കാരെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ BCom BBA ടൈം ടേബിൾ ഇതാണ്. 19-ാം തീയതിയാണ് നമുക്ക് എല്ലാവർക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം 19-ാം തീയതി നമുക്ക് ബുധനാഴ്ച വരുന്ന ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന എക്സാം ആണ്. EDP എന്ന് ഷോർട്ടായിട്ട് നമ്മൾ പറയും. അപ്പം ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു തിയറി സബ്ജക്റ്റ് ആണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിന് തന്നെ അത്യാവശ്യം കട്ടിയുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. തിയറി ആണെങ്കിൽ കൂടി നമുക്ക് വളരെ കൺഫ്യൂഷൻ വരുത്തുന്ന രീതിയിലുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പം സപ്ലി അതിൽ കുറവാണ്. പക്ഷേ കുട്ടികൾക്ക് ഓർമ്മ നിൽക്കലും കുറവാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ടേംസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവുന്നു, മിക്സ് ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം EDPന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഇറങ്ങിയ സമയത്ത്, ഞാൻ ഒരു സബ്ജക്ട് ഫസ്റ്റ് ആയിട്ട് ഇടുന്ന സമയത്ത് പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോ അതിന്റെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഇപ്പോഴേ തന്നെ കണ്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ എക്സാമിൽ നിങ്ങൾക്ക് അത്രയും എക്സാം ടൈമിന്റെ തലേദിവസമൊക്കെ എടുക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പോഴേ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒരു തവണയെങ്കിലും വീഡിയോ കണ്ടൊന്ന് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എക്സാമിന്റെ ആ ഒരു സമയത്ത് റിവൈസ് ചെയ്താൽ മതി. മനസ്സിലായോ? കാരണം അത്രയും തിയറിയാണ് ആ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. തിയറിയാണ്. ആ സമയത്ത് വായിച്ച കിട്ടുമെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. ഇത്രയും സെമ്മ് പോലെയല്ല, ഫോർത്ത് സെമ്മാണ്, ടഫാണ്. സപ്ലൈ ഒക്കെ ഈ ഒരു ഫോർത്ത് സെമ്മിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് എഴുതിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പം EDP നമ്മൾ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ. ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 20-ാം തീയതി തൊട്ട് അടുത്ത ദിവസം തന്നെ വരുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. അപ്പം ഈ ഒരു സബ്ജക്റ്റിന്റെയും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി എന്താ പറയാ
ബെറ്റർ ആയിട്ടുള്ള രീതിക്ക് ഞാൻ ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്തായാലും, കാരണം ഓൾറെഡി അപ്ലോഡഡ് ആണല്ലോ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കേണ്ട രീതിക്ക് സമയം അനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത സംഭവം തന്നെയാണ്. അതും തിയറി സബ്ജക്റ്റ് ആണ്, പക്ഷെ ഈസി ആണ്, കുഴപ്പമില്ല അങ്ങനെ പറയാം. നമുക്ക് അതിൽ സപ്ലി ഒക്കെ ഭയങ്കര കുറവായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ തൊട്ടടുത്ത ദിവസം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തലേ ദിവസം എടുത്താൽ പഠിക്കാൻ സമയമില്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. അതും മുന്നേ കൂട്ടി ഒന്ന് റിവൈസ് ചെയ്ത് വെക്കാൻ വെച്ചാൽ ബെറ്റർ ആയിരിക്കും. ഇനി അടുത്ത നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് 21 തൊട്ടടുത്ത ദിവസം തന്നെ വരികയാണ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സബ്ജക്ട് ഞാൻ തിയറി പേപ്പേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം പേപ്പേഴ്സ് നമ്മുടെ ചാനലിൽ കുറവായിരിക്കും. നമ്മുടെ 3rd സെമ്മിലെ BNM ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ 4th സെമ്മിലെ ഒക്കെ തൊട്ട് പ്രോബ്ലം പേപ്പേഴ്സ് ഇല്ല, നമ്മുടെ ചാനലിൽ ഇല്ല. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെയും QTയുടെയും തിയറീസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 4 വീഡിയോസ് എങ്ങാണ്ട് ഉണ്ട് കേട്ടോ, 4 വീഡിയോസ് ഉണ്ട്. തിയറിയാണ് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, തിയറിയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ തിയറീസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പ്രോബ്ലംസ് നിങ്ങൾ വേറെ പഠിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, പ്രോബ്ലം എന്തായാലും പഠിക്കണം. തിയറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്ത സബ്ജക്റ്റ് ആണ് കോർപ്പറേറ്റ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. കാരണം അതിലെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കുറേ എന്താ പറയുക, നമ്മൾ ഒരു ബിസിനസിന്റെ ആ ഒരു വൈൻഡിങ് അപ്പ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള ടേംസ്, ഹെഡിങ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് ഓർമ്മ നിൽക്കാനായിട്ട് ഈ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സബ്ജക്ട്. അപ്പം ഏറ്റവും കൂടുതൽ സപ്ലി ഉണ്ടാകുന്ന 4th സെമ്മിൽ ഏറ്റവും കൂടുതൽ സപ്ലി ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് ആണ് കോർപ്പറേറ്റ് റെഗുലേഷനും അതേപോലെ തന്നെ QTയും. കോസ്റ്റ് അക്കൗണ്ടിങ് പിന്നെയും കുട്ടികൾ പാസ് ആവാറുണ്ട്. പക്ഷേ ഈ കോർപ്പറേറ്റ് റെഗുലേഷൻസും നമ്മുടെ QT എന്ന് പറയുന്ന സബ്ജക്റ്റിനും ഒരുപാട് സപ്ലി ആണ് ഉണ്ടാവാറുള്ളത്. അപ്പം നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പം അത് കണ്ട് നിങ്ങൾ പഠിക്കുക. അപ്പം അതും നിങ്ങൾ മുന്നേ കൂട്ടി പഠിച്ചു വെക്കാൻ വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി അവസാനത്തെ QTയും ഇതേപോലെ തന്നെ 4 വീഡിയോസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയും തിയറി തന്നെയായിരിക്കും കേട്ടോ, തിയറി ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞു QTന്റെ പ്രോബ്ലംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്കിലും ഇടാമോ എന്നുള്ളത്. അപ്പം അതും എക്സാമിന് മുന്നേ പറ്റുകയാണെങ്കിൽ ഞാൻ പ്രോബ്ലംസ് ഇടാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പറയാനുള്ളത്. അപ്പം നിങ്ങൾ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യേണ്ട ഇതെന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻസ്, ഇത് സപ്ലി കൂടുതലുള്ളതാണ് ഞാൻ പറയുന്നത്. കോർപ്പറേറ്റ് റെഗുലേഷനും ക്വാണ്ടിറ്റി നമ്മുടെ QTയും സപ്ലി കൂടുതലുള്ള സബ്ജക്റ്റുകളാണ്. അപ്പം അതുകൊണ്ട് അത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളത് പഠിക്കണ്ട എന്നോ സപ്ലി ഇല്ല എന്നല്ല പറയുന്നത്. ഇത് 2 എണ്ണം കുറച്ച് കൂടുതലാണ് കണ്ടുവരുന്നത്, മനസ്സിലായോ? ഇനി നമ്മുടെ ഇപ്പം തുടങ്ങുകയാണെങ്കിൽ ഇപ്പം ഇതിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ തുടങ്ങേണ്ടത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മുടെ പ്രോബ്ലം പേപ്പേഴ്സ്. നിങ്ങൾ സൈഡിൽ കൂടെ പ്രോബ്ലംസ് പഠിച്ച് വരിക. അതായത് ഒരു ദിവസം നിങ്ങൾ ഒരു പ്രോബ്ലം പേപ്പർ എടുക്കുക പ്ലസ് ഒരു തിയറി പേപ്പർ എടുക്കുക, അങ്ങനെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഇപ്പം തൊട്ടൊക്കെ പഠിച്ചു തുടങ്ങും എന്നുള്ളത് എനിക്ക് ഒട്ടും എന്താ പറയുക, പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം തൊട്ട് എന്തായാലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങില്ല. പഠിക്കുന്നവരുണ്ടായിരിക്കാം, കുറവായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം അമ്മാതിരി ടഫ് സബ്ജക്റ്റുകളാണ് ഇവിടെ നമുക്ക് 4th സെമ്മിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ എന്നാണോ പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോബ്ലം എടുക്കുക, ഒരു പ്രോബ്ലം പേപ്പർ, ഇപ്പോൾ QTയോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങോ എടുക്കുക, അതിനൊപ്പം തന്നെ ഒരു തിയറി പേപ്പറും എടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടി അത് ബെറ്റർ ആയിരിക്കും. കാരണം പ്രോബ്ലം പേപ്പേഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത് അതുമ്പോൾ തന്നെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ തിയറി അവിടെ കിടക്കും. തിയറി മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരിനോടുണ്ടാവില്ല. അപ്പോൾ പ്രോബ്ലം ഇവിടെ കിടക്കും. നമുക്ക് രണ്ടും വേണം. അപ്പോൾ ഒരു ദിവസം ഒരു പ്രോബ്ലം എടുക്കുക, ഒരു തിയറി എടുക്കുക, അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു കഴിവ് നിങ്ങൾക്കേ അറിയുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു എബിലിറ്റി അനുസരിച്ച് ഏത് സബ്ജക്റ്റാണ്, ചില കുട്ടികൾക്ക് സിമ്പിൾ സബ്ജക്റ്റ് ആദ്യം പഠിച്ചു വെക്കണം എന്നുണ്ടാവും, ചിലവർ എന്താ പറയുക ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും ആദ്യം പഠിച്ചു വെക്കുക, അത് തീർന്ന സമാധാനമായല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ പ്രിഫർ ചെയ്യാൻ ആദ്യം എടുക്കാൻ തോന്നുന്നത് അതനുസരിച്ച് നിങ്ങൾ പഠിച്ചോ. പക്ഷേ അത് തിയറിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ഏത് സബ്ജക്റ്റ് ആദ്യം എടുത്തു കഴിഞ്ഞാലും ഒരു പ്രോബ്ലം പേപ്പർ അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്
മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ബോയ്സ് ഒക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സാമിൻ്റെ ആ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി വെക്കരുത്. ഇനിയിപ്പോൾ 40 ദിവസമൊക്കെ ഉണ്ട് നമുക്ക്, പക്ഷെ എന്നാലും 40 ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെക്കുമ്പം ആലോചിക്കുക, നമുക്ക് ഇത്രയും സബ്ജക്റ്റ് ഉണ്ട്, ഒരു സബ്ജക്റ്റിന് ഒരു 7 ദിവസമൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ പോലും കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസം കുറയുമ്പം അതിനനുസരിച്ച് ഒരു സബ്ജക്റ്റിന് 6 ദിവസം 5 ദിവസമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു ടൈം ഷെഡ്യൂളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെമ്മിൻ്റെ ഓൾറെഡി ഉണ്ടാവും, പഠിക്കാനും അതിൻ്റെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് സെം എക്സാം ആണ്, അപ്പം അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നോട്ട് കാര്യങ്ങളൊക്കെ എക്സാമിന് മുന്നേ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, എല്ലാ സബ്ജക്റ്റും ഞാൻ ഉറപ്പ് പറയുന്നില്ല, യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്യും വീഡിയോസ് കാര്യങ്ങളൊക്കെ, നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കാം എന്നുള്ളത് എല്ലാ സബ്ജക്റ്റും ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നോട്ട്സ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം, വീഡിയോ ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ട്യൂഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് 4th സെമ്മിൻ്റെ BA BSc കാരുടെ മാത്രമാണ്. BCom BBA കാരുടെ ട്യൂഷൻസ് അവൈലബിൾ അല്ല. അപ്പോൾ BA BScയുടെ സ്പെക്ട്രം, പഴയ സിലബസിലുള്ള സ്പെക്ട്രവും പുതിയ സിലബസിലുള്ള കലൈഡോസ്കോപ്പുമാണ് ഇപ്പോൾ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുട്ടികൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെയുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ടൈം ടേബിളൊക്കെ ഇതേ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ടൈം ഷെഡ്യൂൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കോർപ്പറേറ്റ് റെഗുലേഷനും QTയും പ്രത്യേകം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള സബ്ജക്ട്സ് എല്ലാം, ഇതിലെല്ലാ സബ്ജക്റ്റും നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ടൈം കാര്യങ്ങൾ എബിലിറ്റിക്ക് അനുസരിച്ച് ഒരു ടൈം ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇപ്പോഴേ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇനി 4th സെമ്മിൽ വീഡിയോന്റെ ഭാഗത്തായി എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് ഇനി വേണ്ടത്, അതായത് MCQ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് സജഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി നമ്മൾ ശ്രദ്ധിച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇപ്പോഴേ തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഒരു കൗണ്ട് ഡൗൺ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇനി റിവിഷൻ ടൈപ്പുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ ഒപ്പം ആ ഒരു അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എക്സാം ടൈമിലേക്ക് എന്തായാലും ബെറ്റർ ആയിരിക്കും. ലാസ്റ്റ് ടൈമിൽ പഠിക്കാനിരിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പം ഈ 3 സെമ്മുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. 4th സെം അതേപോലെ തള്ളിക്കളയരുത്, അത്രയും ടഫാണ്, സപ്ലി കൂടുതലുള്ള ഒരു സെമ്മാണ്, നമുക്ക് എഴുതിയെടുക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സെമ്മാണ്. സോ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.